നാച്ചുറലി അവർ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അവർക്ക് നാച്ചുറലി പ്രഗ്നൻസി കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികളുടെ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളായിട്ട് ബന്ധപ്പെടാതിരിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓവർ സ്ട്രെസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവിടെയുള്ള സെമൻ്റെ ആ സെമൻ ഇൻഫെക്ഷൻ കൊണ്ട് മാത്രം ഇതിങ്ങനെ വരാം. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും പേഷ്യൻറ്റിനോട് പറയും, നിങ്ങൾ സെമൻ കൾച്ചർ ചെയ്ത് നോക്കണം. സെമൻ കൾച്ചർ ചെയ്ത് ഇതിൻ്റെ കട്ടി കുറയാനുള്ള ഗുളികകൾ എടുക്കണം. പിന്നെയും അതായത് കട്ടി കുറയാനുള്ള ഗുളിക എടുത്തു കഴിഞ്ഞ് വീണ്ടും നമ്മൾ സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇതേപോലെ സെമന് കട്ടി കൂടുതലാണെങ്കിൽ, ഇങ്ങനെയുള്ള കേസുകളിൽ സെമൻ്റെ DNA ഫ്രാഗ്മെൻറ്റേഷൻ, നമ്മൾ കഴിഞ്ഞ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് DNA ഫ്രാഗ്മെൻറ്റേഷൻ ഹൈ ആയിട്ടുണ്ടെങ്കിലും സെമൻ്റെ കട്ടി ഇതുപോലെ കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെ ഈ സെമൻ്റെ കട്ടി കൂടുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നാച്ചുറലി പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് നാച്ചുറലി പ്രഗ്നൻസി ആവാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് DNA ഫ്രാഗ്മെൻറ്റേഷൻ വളരെ ഹൈ ആണെങ്കിൽ നമ്മൾ IUI ചെയ്താൽ പോലും ഇത് നോർമൽ ആവണം, പ്രഗ്നൻസി കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൗണ്ട് നോർമലാണ്, അല്ലെങ്കിൽ മോട്ടിലിറ്റി ഉണ്ട്, മോർഫോളജി നോർമലാണ്, ഈ ലിക്വിഫാക്ഷൻ മാത്രം ഹൈ ആണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കല്ല. അതിനെക്കുറിച്ച് വിശദമായ പരിശോധനകൾ നടത്തുകയും അത് പരിഹരിക്കേണ്ടതും അത്യാവശ്യമാണ്. താങ്ക് യു.